കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. പുതിയുഗ പിറവിക്ക് കരുത്തേകി KSBCD ജനകീയ പദ്ധതിക്ക് തീരുമാനം. ജനക്ഷേമകരമായ പദ്ധതികൾ സമയബന്ധിതമായും സുതാര്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ വിപുലമായ ജനസമ്പർക്ക പരിപാടി നടത്തുന്നതിന് തീരുമാനം. കൊച്ചി MLA മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നടന്ന യോഗത്തിൽ കൊച്ചിയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രീം പ്രോജക്റ്റിന് വേണ്ടി MLA എന്നുള്ള രീതിയിൽ മുൻകൈയെടുത്ത് നടത്തുന്ന ആദ്യത്തെ ഒരു മീറ്റിംഗാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വിവിധ മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആദ്യത്തെ മീറ്റിംഗ്. നമുക്ക് എപ്പോഴും പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നത് നാടിൻ്റെ ഉന്നമനമാണ്, ജനങ്ങളുടെ പുരോഗതിയാണ്. ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനകളും എല്ലാം പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വിവിധ ആളുകളുടെ ചെറിയ ചെറിയ സഹായങ്ങൾ കൊണ്ട്, സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ പ്രദേശത്തിനും അഭിവൃദ്ധി ഉണ്ടാവുകയും അത് നാടിനും ജനങ്ങൾക്ക് ഗുണം ചെയ്യുകയും പൊതുനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. മേയർ VK മിനിമോൾ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഷിയാസ് MLA ഉദ്ഘാടനം ചെയ്തു. ജൂലൈ മാസത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. പദ്ധതിയുടെ സ്വാഗത സംഘ രൂപീകരണവും നടന്നു. വിജ്ഞാനവും വികസനവും ജനങ്ങളിലേക്ക് എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, വനിതകൾ, സംരംഭകർ, പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വന്നവർ, പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, വിദേശത്ത് വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങിയ വലിയൊരു ജനവിഭാഗത്തെ ലക്ഷ്യമിട്ട് അവർക്കായി പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളെ കൂടി പങ്കെടുപ്പിച്ച് നടപ്പിലാക്കുന്ന വിവിധങ്ങളായ വായ്പാ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ജനസമ്പർക്ക പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി മാറുകയാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനവും OBC മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ അധിവസിക്കുന്നതുമായ കൊച്ചിയാണ് ഈ പ്രധാന പരിപാടിക്ക് വേദിയാവുന്നത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷാജി കുറുപ്പശ്ശേരി, ജെസ്സി അഗസ്റ്റിൻ, കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK അഷ്റഫ്, KM മനാഫ്, കൗൺസിലർ ഷെയ്നി മാത്യു, ഫാദർ ജിജി അറക്കത്തറ, ഫാദർ തോമസ് തറയിൽ, ഫാദർ ജോണി പുതുക്കാട്ടിൽ, സെൻട്രൽ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് PH നാസർ, MES കൊച്ചി താലൂക്ക് പ്രസിഡന്റ് KM ഹസൻ, അബ്ദുൽ ഖാദർ, AR ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.